അപ്പം ഞാൻ നിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. എന്താ വെയിലല്ലേ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ആ ഒരു റൂം മൊത്തം ആൾക്കാർ എ സി ഉള്ള റൂമിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുത്തപ്പോൾ അങ്ങ് ഉറങ്ങി. എണീക്കുന്നത് പിന്നെ രാത്രി 10 മണിക്ക്. അതിനിപ്പോൾ ഫുഡില്ലേനു അവിടെ. അങ്ങനെ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വണ്ടിയിൽ പെട്രോൾ തീർന്നിടാ. അങ്ങനെ അവിടുത്തെ ഒരു ചേട്ടന് പെട്രോൾ പമ്പ് ഞങ്ങൾക്ക് ക്യാനിൽ കുറച്ച് എടുത്ത് ഒഴിച്ച് തന്ന് അങ്ങനെ മൂപ്പർക്ക് പൈസയൊക്കെ കൊടുത്ത്. നല്ലൊരു മനുഷ്യനില്ലേ. മൂപ്പർക്ക് പൈസ കൊടുത്ത് പിന്നെ ഞങ്ങളെ സ്പോട്ടിൽ പോയി. ആദ്യം ലബാനിൽ പോയിട്ട് ഇതിൻ്റെ പേര് എന്നോട് മറന്നുപോയി. പക്ഷേങ്കിൽ അവിടെ ഉള്ളത് ഞങ്ങളെ ഫ്രണ്ടായിന്. അപ്പോൾ ഓൻ്റെ ഫ്രണ്ട്സ് അല്ലേ എന്ന് വിചാരിച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടു. അങ്ങനെ അതും കഴിച്ച് പിന്നെ ഞങ്ങൾ ടൗണിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു പോയത്. അങ്ങനെ അവിടെ പോയി പത്തിരിയും ബീഫും ചിക്കനും എല്ലാം കൂടി പൊളിയാണ് കേട്ടോ. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിന് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ കഴിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 1000-ൻ്റെ മുകളിൽ ബില്ല് പോകും. ബട്ട് ഇവിടെയാണെങ്കിലോ നല്ല അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. ചായ വന്ന് അങ്ങനെ ഓരോരോ ഗ്രേവി വന്ന് ഓരോരോ ഐറ്റം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു പൂതി. ഏതായാലും ഇവിടെ വരെ വന്നില്ല, പിന്നെ പോയി ബീച്ചിൽ പോയി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്കും പോയി. എന്തേത്തും തിരക്ക് ആ ഒരു ടൈമിൽ വരെ ഇങ്ങനെ ഓണായി നിൽക്കുന്ന ഒരു സ്ഥലം. അതാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ 2 കല്ലുമ്മക്കായും ചായ ഒക്കെ കുടിച്ച് മെല്ലെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അങ്ങനെ പോരുന്ന ടൈമിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 1-2 ഓയിൽമെൻറ്റും മെഡിസിനൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് അങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി. അങ്ങനെയാണ് കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്.